യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി വർക്ക് ചെയ്യണം, സെറ്റിൽ ആവണം എന്നുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഈ വർക്ക് പെർമിറ്റ് വിസയൊക്കെ റെഡിയായി വരാൻ നല്ല ഡിലേ ആവാറുണ്ട്. 2 വർഷത്തെ വർക്ക് പെർമിറ്റ് 60 ദിവസത്തിനുള്ളിൽ റെഡിയായി കിട്ടും. അഥവാ ഇനി റെഡി ആയില്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൈസ 100% തിരിച്ചു കിട്ടും. ഇത് മാത്രമല്ല, നമ്മൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകുമ്പോഴുള്ള ഷെങ്കൻ വിസ സിംഗിൾ ആൻഡ് ഫാമിലി 90 ദിവസത്തിനുള്ളിൽ റെഡിയായി കിട്ടും. അഥവാ ഇനി റെഡി ആയില്ലെങ്കിൽ അതും 100% റീഫണ്ട് കിട്ടും. നിങ്ങളുടെ ഈ സർവീസസിനൊക്കെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? അത് മാത്രമല്ല, ഏതൊക്കെ യൂറോപ്യൻ കൺട്രീസിൽ പോകുന്നവർക്കാണ് ഈ സർവീസസ് കിട്ടുന്നത്? യൂറോപ്യൻ കൺട്രീസായ ജർമ്മനി, പോളണ്ട്, ഹംഗറി, ലിത്വാനിയ എന്നീ കൺട്രീസിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും 60 ഡേയ്സിനുള്ളിൽ നമുക്ക് വിസ എടുത്ത് കൊടുക്കാൻ പറ്റും. ഇൻ കേസ് നമുക്ക് വിസ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് നമുക്ക് റീഫണ്ടബിൾ ആണ്. ഇത് കിട്ടുന്നത് 2 ഇയർ വർക്ക് പെർമിറ്റ് ആണ് വിത്ത് അക്കമഡേഷൻ. അബ്രോഡ് പോകാൻ വേണ്ടിയിട്ടുള്ള വർക്ക് പെർമിറ്റ് റിലേറ്റഡ് സർവീസസ് എന്തൊക്കെയാണ്? യൂറോപ്യൻ കൺട്രീസുകളായ സ്ലോവാക്യ, ജർമ്മനിയിലേക്ക് ഇപ്പോൾ ബസ് ഡ്രൈവേഴ്സ്, ട്രക്ക് ഡ്രൈവേഴ്സ്, ഹെവി ലൈസൻസ് ഉള്ളവർക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കുള്ള 2 ഇയേഴ്സ് വർക്ക് പെർമിറ്റ് വിത്ത് അക്കമഡേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അതും 60 ഡേയ്സ് ഒരു ഡ്യൂറേഷനാണ് വരുന്നത്. അതിൻ്റെ വർക്ക് പ്രോസസ്സും കാര്യങ്ങളും ഇവിടെ തന്നെ ആയിരിക്കും. അവരുടെ ടെസ്റ്റും കാര്യങ്ങളും ഒന്ന് ബേസിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അവർക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷം അവർക്ക് നമുക്കിത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഫുൾ എമൗണ്ട് റീഫണ്ടബിളുമാണ്. ശരിക്കും ഈ റീഫണ്ട് കൊടുക്കുമോ? വർക്ക് പെർമിറ്റ് മാത്രമല്ല, ഇവിടെ ഇൻഡിവിജ്വൽ ഓർ ഫാമിലി ഷെങ്കൻ വിസ കിട്ടുന്നുണ്ട്. അത് 90 ഡേയ്സ് ഡ്യൂറേഷൻ ആണ് വരുന്നത്. 90 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതും 100% റീഫണ്ടബിൾ ആണ്. ഒരു സർവീസ് ലീഗൽ എഗ്രിമെൻ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് ഫുള്ളി വായിച്ച് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ ഈ എമൗണ്ടിനെ കുറിച്ചിട്ട് ഇറ്റ്സ് 100% റീഫണ്ടബിൾ. പിന്നെ അതുപോലെ വർക്ക് പെർമിറ്റ് മാത്രമല്ല, നമുക്ക് 90 ഡേയ്സ് ഇൻഡിവിജ്വൽ ഓർ ഫാമിലി ഷെങ്കൻ വിസ കിട്ടുന്നുണ്ട്. അത് 90 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിയുക. ഇത് 100% റീഫണ്ടബിൾ ആണ്. വർക്ക് പെർമിറ്റ് 60 ഡേയ്സിനുള്ളിൽ ഞങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് 100% ഗ്യാരണ്ടി റീഫണ്ടബിൾ ആണ്. നമ്മളൊരു എഗ്രിമെൻറ്റ് തയ്യാറാക്കിയിട്ടാണ് ഇത് വർക്ക് പെർമിറ്റിനുള്ള പ്രൊസീജിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ അതുപോലെ നമ്മുടെ വർക്ക് പെർമിറ്റ് അല്ലാത്ത ഷെങ്കൻ വിസ, ഇൻഡിവിജ്വൽ വിസ 90 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതും റീഫണ്ടബിൾ ആണ്.